ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു അശ്വി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബീഡ്സുകൾ മാത്രം മതി ഇവിടെ ചെയ്യാനായിട്ട്. കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്, ഒരു സ്മോൾ സൈസിലുള്ള. അപ്പോൾ ഈ ഒരു 3 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ബോർഡർ ലൈനിൽ നമ്മൾ ജസ്റ്റ് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴേക്ക് വി ഷേപ്പിൽ കണ്ടോ, അതും ബീഡ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് 14 ആണ്. ആ 14നകത്ത് നിൽക്കുന്ന വിധത്തിൽ വേണം ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിനൊക്കെ ശേഷം വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ, അതായത് സെൻറ്ററിൽ നിന്ന് ഒരു 3 ലൈൻസ് പോയിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ 2 ഫ്ലവേഴ്സ് വന്നിട്ടുള്ളൂ, അതായത് മുകളിലൊരു ലൈന് അതിൻ്റെ താഴെ ഒരു ലൈന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇടവിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമുക്ക് ഈ ഒരു ലൈൻസുകളെല്ലാം വരച്ചു കൊടുക്കാനായിട്ട്. നേരെയുള്ളതല്ല, ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉള്ള ലൈൻസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ അവിടെ മുകളിലെ ഫ്ലവറിൻ്റെ ഭാഗത്ത് ജസ്റ്റ് പോയിൻ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്താ ആ ഒരു ബോർഡർ ലൈൻ ആണെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ ബോർഡർ ലൈൻ ചെയ്യാനായിട്ട് കട്ട് ബീഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ കട്ട് ബീഡ്സ് പിന്നെ നമുക്ക് ഓരോ ബീഡ്സായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാട്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ ഇത്. പിന്നെ അതേപോലെ നമുക്ക് ത്രെഡ് വർക്കൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്, ജസ്റ്റ് ബീഡ് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കൂടി വന്ന ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ബീഡ്സ് വർക്കിന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് മുൻപിലേക്ക് നീക്കി ത്രെഡ് എടുത്തു. അതിനുശേഷം ആദ്യം ചെയ്ത ബീഡ്സിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ ചെയ്തു പോയാൽ നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്താലൊന്നും നമ്മുടെ ഈ ഡിസൈനൊന്നും ഊരി പോരത്തില്ല. അല്ലെങ്കിൽ ഫ്രെയിമിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ ഊരി മാറ്റുമല്ലോ, അന്നേരമൊന്നും ഈ ഒരു ഡിസൈനൊന്നും അഴിഞ്ഞു പോരത്തില്ല, ലൂസായി പോരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ബീഡ്സ് വർക്കും നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം ലോക്കിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഈ ഒരു ഡിസൈൻ ബോർഡർ ലൈനിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ 2 വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ആദ്യം പിക്ചറിൽ കാണിച്ചല്ലോ, ഈ ഒരു ബോർഡർ ലൈൻ താഴെ ഒരു വി ഷേപ്പിൽ ചെയ്തിട്ടുള്ളത്, അതെനിക്ക് 2 വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. അപ്പം ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഇപ്പം ഞാൻ വരയ്ക്കണ പോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക. അത് ആ പിങ്ക് ഷെയ്ഡിലുള്ള ആ ബീഡ്സ് ഉണ്ടല്ലോ, ആ ബീഡ്സ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ വരച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു സ്റ്റെം ചെയ്ത ഭാഗവും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് 2 വീഡിയോ. അപ്പോൾ നമുക്ക് ലീഫ് ചെയ്യുന്നതാണ്. സ്റ്റെമ്മ് ചെയ്യാനൊരു പ്രയാസമില്ല. നമ്മളിപ്പോൾ ബോർഡർ ലൈൻ ചെയ്തില്ലേ നെക്കിൻ്റെ, അതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി, ഒരു പ്രയാസവും ഇല്ല, അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ ഇതേപോലെ ചരിച്ച് കൊണ്ടുവരിക, 2 സൈഡിലത്തെ ലീഫ്. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു 4 ബീഡ്സ് എടുക്കുകയാണ്. 4 ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ചരിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് പിൻ ചെയ്യുക. കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക. അതിനുശേഷം ഒരു 4 ബീഡ്സ് കൊണ്ടുവന്നിട്ട് താഴേക്ക് പിൻ ചെയ്യുക. വീണ്ടും കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക, ചരിച്ച് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുക. ഇത് കണ്ടോ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫ്ലവറാണ്. ഇപ്പം നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്ത ഭാഗത്തു നിന്നും കുറച്ചുകൂടെ മുമ്പിലേക്ക് നീക്കിയിട്ട് ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അവിടെ ഞാനൊരു സെൻറ്ററിലൊരു കുഞ്ഞ് പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 8-10 ബീഡ്സ് ഒന്ന് അളവ് നോക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ബീഡ്സിൻ്റെ അകത്തുകൂടി നമ്മൾ നീഡിൽ കയറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ലോക്കിയിട്ട് കൊടുക്കുക. ഭയങ്കര എളുപ്പമാണ്. ഈ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്, റൗണ്ട് ബീഡ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഒരു 2 ബീഡ്സ് എടുക്കുക. ഈ പിങ്ക് ഷെയ്ഡിലുള്ള 2 ബീഡ്സ് എടുത്തിട്ട് പിന്നെ ഒരു ഷുഗർ ബീഡും കൂടെ എടുക്കുക.
എന്നിട്ട് അതിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു 4-5 സൈഡിലേക്ക് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി ഒന്ന് എടുക്കുക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലൊക്കെ ഈ ഒരു ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെയ്തെടുക്കാനായിട്ട്. സൈഡ് ഓപ്പൺ കുർത്തിയിലോ അല്ലെങ്കിൽ അനാർക്കലി അംബ്രല്ല കുർത്തിയിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു ചുറ്റോട് ചുറ്റും ഈ ഒരു ബീഡ്സും ആ ഒരു ഷുഗർ ബീഡും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ ഫില്ല് ചെയ്ത് കഴിയാറായി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഭാഗമെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗമെല്ലാം ചെയ്തെടുക്കുക. നിങ്ങളുടെ നെക്കിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നേ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്